ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടാറ്റയുടെ പഞ്ച് എന്ന് പറഞ്ഞൊരു വണ്ടിയിൽ ഫ്രണ്ട് ബാക്ക് സ്കിഡ് പ്ലേറ്റ്, അതേപോലെ തന്നെ ഡിക്കി ഗാർണിഷ് ക്രോം, ഇങ്ങനെ 3 ഐറ്റമാണ് നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മളെ സിൽവർ കളറിലുള്ള ഒരു ബമ്പറിൻ്റെ അടിഭാഗത്ത് പിടിപ്പിക്കുന്ന അതാണ് സ്കിഡ് പ്ലേറ്റ്. ഇത് ഫുൾ സിൽവർ കളറാണ്. വണ്ടിയുടെ ബമ്പർ, പ്രത്യേകിച്ച് പഞ്ചിൻ്റെ ബമ്പർ ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് അതിൻ്റെ അടിയിൽ വരുമ്പോൾ നല്ല ഷോയാണ്. അപ്പോൾ ശരിക്കും ഇത് സ്ക്രൂസ് വെച്ച് ഫിറ്റ് ചെയ്യണം. അതിന്മേൽ സ്റ്റിക്കർ ഉണ്ട്, എന്നാലും അടിയിൽ നമ്മളൊരു 3-4 സ്ക്രൂസ് കൊടുക്കണം അടിഭാഗത്ത്. മോൾ ഭാഗത്ത് വേറെ സ്ക്രൂസിൻ്റെ ആവശ്യമില്ല. കറക്റ്റായിട്ട് അതിലേക്ക് കടത്തി വെച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യണം. നമുക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. നല്ല ഗ്ലോസി ആയിട്ടുള്ള സിൽവർ കളറാണ്. കറക്റ്റ് എനിക്ക് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് അതിലേക്ക് വെച്ചു ടൈറ്റാക്കി വെച്ചതിന് ശേഷം അടിയിൽ നിന്ന് സ്ക്രൂസ് ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വണ്ടിക്ക് നല്ല ഷോ വരുന്നൊരു ഐറ്റമാണ്. അതേപോലെ തന്നെ ഈ ബാക്കിലേക്ക് വരുന്നത് ഇതേപോലെ തന്നെ സിൽവർ കളറാണ് വരുന്നത്. അതും ഇതിൻ്റെ ബമ്പർ നമുക്ക് കാണുമ്പോൾ തന്നെ മറ്റു വണ്ടികളെ അപേക്ഷിച്ചും സാധാരണ വണ്ടികളിലേക്കും ബമ്പർ വരുന്നത് ബോഡി കളർ തന്നെയായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും വരുന്നത് ബ്ലാക്കാണ്. അപ്പോൾ ഇത് അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നല്ല ഷോയാണ്. കണ്ടോ, കറക്റ്റായിട്ട് ഇതിന് വേണ്ടി മാത്രം വരുന്നതാണ് കേട്ടോ. വേറെ വണ്ടിക്ക് ഇത് വെക്കാൻ പറ്റില്ല. അത് വെച്ച് മാർക്ക് ചെയ്ത് അതിന് ശേഷം അതിന്മേൽ പ്രൈമർ ഇട്ടിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്മേൽ 3M സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ വരുന്ന ഭാഗത്ത് നമ്മൾ പ്രൈമർ തേച്ചിട്ട് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല സ്ക്രൂസും നമ്മളതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഈ 3M സ്റ്റിക്കർ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാലും ബാക്കി ഭാഗം ഇങ്ങനെ ചെറിയൊരു വൈബ്രേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് 3M സ്റ്റിക്കർ വെച്ചിട്ട് അതിന് ഒട്ടിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ഡിക്കി ഗാർണിഷ് എന്ന് ഞാനൊരു ഐറ്റം പറഞ്ഞിരുന്നു. ഈ ഡിക്കി ഗാർണിഷ് എന്ന് പറഞ്ഞ ഐറ്റം വരുന്നത് ഡിക്കിയുടെ അപ്പോൾ ബാക്കിലെ ലോഗോ ഉണ്ടാ, ടാറ്റയുടെ ലോഗോയുടെ തൊട്ട് മുകളിൽ, ഇപ്പോൾ ഞാൻ കൈ കാണിച്ച അതേ ഭാഗത്താണ് വരുന്നത്. അത് മുകളിലേക്ക് അടിയിലേക്കായിട്ട് നിൽക്കും. ആ ലോഗോ വരുന്ന ഭാഗത്ത് ചെറിയൊരു കട്ടിങ്ങും ഉണ്ടാവും. ശരിക്കും വണ്ടിക്ക് നല്ല ഷോ ഉണ്ടാവുന്നൊരു ഐറ്റമാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പ്രൈമർ ഇട്ടിട്ടാണ് ഒട്ടിക്കുന്നത്. വണ്ടിക്ക് നല്ല ഷോ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം വണ്ടികൾക്കൊക്കെ നമുക്ക് സ്കിഡ് പ്ലേറ്റ്, അതേപോലെ തന്നെ ഈ ഡിക്കിമോ വരുന്ന ഗാർണിഷ്, ഡിക്കി വരുന്ന ഈ ഗാർണിഷും വരുന്നുണ്ട്. ഇപ്പോൾ എർട്ടിഗയുടെ വണ്ടി, എർട്ടിഗയ്ക്ക് 3 ഗാർണിഷാണ് വരുന്നത്. ഇതിന് ഒറ്റ പീസേ വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അടിയിൽ വരുന്നത് പഞ്ചെന്ന് എഴുതിയതിൻ്റെ അടിയിലേക്കുള്ളൊരു ക്രോമും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്കില്ല, അതും പല വണ്ടികൾക്കും വരുന്നുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു വർക്കാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തങ്ങനെ. ഫ്രണ്ട് ബാക്ക് സ്കിഡ് പ്ലേറ്റ്, അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിക്കി ഗാർണിഷ്. അതാണ് ഈ ഞാനിപ്പോൾ ഈ കാണിച്ചായിട്ടാണ് ഡിക്കി ഗാർണിഷ്. അപ്പോൾ ഫ്രണ്ടിലെ സ്കിഡ് പ്ലേറ്റ് കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ അടിപൊളി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. പല വണ്ടികളിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.